ചേച്ചി ചേച്ചി എന്തിനാ ഈ എന്റെ കൂട്ടിൽ വന്ന് കിടക്കണേ? സിംബ ചേച്ചി ഒന്ന് ഇറങ്ങിപ്പോയി. ഞാൻ ഇച്ചിരി ഇവിടെ കിടക്കട്ടെ. എനിക്ക് ഇച്ചിരി സ്വസ്ഥത വേണം. ഒന്ന് ഇറങ്ങിപ്പോവോ സിംബ ചേച്ചി? എടി ഓറിയോ, നിന്റെ കൂടെ ഇതിൽ പേരൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ ഓറിയോ എന്ന്. ഞാൻ എന്റെ ഇഷ്ടത്തിൽ കിടക്കും, നീ നിന്റെ കാര്യം നോക്ക്. സിംബ ചേച്ചി, ഇത് എന്റെ ലൂക്കയുടെയും കൂടാണ്. ഇത് എനിക്ക് എന്റെ ഓണർ മേടിച്ചു തന്നതാണ് കേട്ടോ. എനിക്ക് ലൂക്കയ്ക്കും കിടക്കാൻ വേണ്ടി ഓണർ മേടിച്ചു തന്നതാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്തിനാ എന്റെ കൂട്ടിൽ വന്ന് കിടക്കുന്നത്? പിന്നെ ഇവരെന്തിനാ നമ്മളെ വീഡിയോസ് എടുക്കുന്നത്? അതെങ്ങനെ എനിക്കറിയാം, നീ അവരോട് പോയി ചോദിക്ക്. ഞാൻ അവരോട് പോയി ചോദിക്കാനോ? നിങ്ങൾ പോയി ചോദിക്കൂ സിംബ ചേച്ചി. നീ പോയി ചോദിക്കടി ഓറിയോ. സിംബ ചേച്ചി എന്നോട് അടക്കുണ്ടാക്കാൻ നിൽക്കല്ലേ, ഞാൻ വല്ല വെച്ച് അടിച്ചു തരും കേട്ടാ. എന്നാ നീ എന്നെ ഒന്ന് അടി, ഞാൻ നോക്കട്ടെ നീ എന്നെ അടിക്കണത്. സിംബ ചേച്ചി എന്റെ വയസ്സിന് രണ്ട് വയസ്സിന് മൂത്തതാണെന്നേ ഉള്ളൂ കേട്ടാ. അതിനൊന്നുമില്ല, ഇറങ്ങിപ്പോക്കോ മര്യാദയ്ക്ക്. എന്റെ കൂട്ടിന്ന്, എന്റെ ലൂക്കടയും കൂട്ടിന്ന് ഇറങ്ങിപ്പോളവി. ഞാൻ ഇറങ്ങിപ്പോവാ നിക്ക എന്നെ കേട്ടാ. ഞാൻ ഇറങ്ങിപ്പൊക്കോളാം, എനിക്ക് നിന്റെ കൂടെ ഒന്നും വേണ്ട. ഞാൻ ഇറങ്ങിപ്പൊക്കോളാം. എന്റെ ഫുഡ് അടിച്ച് വിഴുകിയിട്ട്, എന്റെ ലൂക്കയുടെ ഫുഡ് അടിച്ച് വിഴുകിയിട്ട് കിടന്ന് ചിലക്കല്ലോ കേട്ടാ. ഇറങ്ങിപ്പോ. നിന്റെ ഫുഡൊന്നും ഞാൻ എടുത്തില്ല. എന്റെ ഫുഡ് എനിക്ക് എന്റെ ചേച്ചി ആൻഡ്രി വാങ്ങിച്ചു തരണം. നീ ഇറങ്ങിപ്പോടി ഇവിടെ നിന്ന്, എനിക്ക് നിന്റെ കൂടെ ഒന്നും വേണ്ട. ഞാൻ എന്റെ പിള്ളേരുടെ അടുത്ത് പോകണം. ഞാൻ എന്റെ കൂട്ടിലോട്ടേ പറഞ്ഞില്ല, ഞാൻ എന്റെ പിള്ളേരുടെ സിംബ ചേച്ചി 2-3 മാസം കൊച്ചുങ്ങളെ കടത്തിന്ന് പറഞ്ഞ് കാണിക്കല്ലോ കേട്ടാ. ഇറങ്ങിപ്പോക്കോ മര്യാദയ്ക്ക്. 2-3 മാസോ 1-2 ദിവസം ഞാൻ എന്റെ കൂട്ടി കിടന്നോളൂ. നീ ഓടി. എന്റെ ഇനി ഫുഡ് വിഴുങ്ങാൻ വന്നാ ചളവി നിങ്ങൾ തല അടിച്ച് ഞാൻ പൊട്ടിക്കും കേട്ടല്ല. നീ നിന്റെ ഫുഡ് എടുത്തോണ്ട് പോടി, എനിക്ക് നിന്റെ ഫുഡൊന്നും വേണ്ട. നീ ഒറ്റയ്ക്ക് വെട്ടി വീഴുന്നു. ശരി എന്നാ പോ.